എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററായിട്ടിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Hanged Man energy, 6 of Cups, Magician energy, Princess of Swords, Moon card. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ കുറച്ച് സംഘർഷങ്ങളൊക്കെ, പല കാര്യങ്ങളും മനസ്സിലിട്ട് അലട്ടുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയധികം നെഗറ്റീവ് എനർജിയാണ് ഇവിടെ. 10 of Wands എനർജിയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ പേറി നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നിങ്ങളുടെ തലയിലായിരിക്കും. നിങ്ങളായിരിക്കും ഇവിടുത്തെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ മറ്റു വ്യക്തികൾ ഉണ്ടാവാം, മക്കളുണ്ടാവാം, അച്ഛനമ്മമാരുണ്ടാവും, സഹോദരങ്ങളുണ്ടാവാം. അങ്ങനെ കുടുംബത്തിൽ കുറച്ച് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒരേ ഒരു വരുമാന മാർഗം അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വ്യക്തി. അല്ലെങ്കിൽ മറ്റുള്ളവർ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് എന്തോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലായിരിക്കും. അതേപോലെ തന്നെ ചില ആളുകൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവിന്റെയോ അല്ലെങ്കിൽ അയൽവാസികളുടെയോ വരെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെല്ലാവരെയും സഹായിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ ഞാനുണ്ടാകും എല്ലാത്തിനും എന്ന് പറയുന്ന, സഹായം അർഹിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നിങ്ങളെ മുതലെടുക്കുന്ന ആളുകൾക്കൊക്കെ നിന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, എന്തിന്റെങ്കിലും ഭാഗമായി അതിൽ ചേരുന്നുണ്ടാവാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ലോകത്തെ നോക്കി കാണുന്ന രീതിയിലും ഒക്കെ ഉണ്ടാകുന്നു. അതേസമയം തന്നെ അമിതമായിട്ടുള്ള പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്ന, ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്തായിരിക്കാം. പുതിയൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. ഇതുവരെ ഉണ്ടായിരുന്ന ചിലപ്പോൾ സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം. പക്ഷെ എല്ലാത്തിനും എന്തിനും ഏതിനും നിങ്ങളുടെ സഹായം എന്നുള്ള രീതിയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരു ഫിസിക്കലി നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു സംഘർഷം അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെ അനാവശ്യമായിട്ട് ഏറ്റെടുത്ത് വച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളവർ ഇനി തൽക്കാലം അത് പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എല്ലാം കൂടി പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുക കൃത്യമായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളത് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അയ്യോ അങ്ങനെ പറയരുത്, ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ, എന്റെ സാഹചര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുടെ കഷ്ടപ്പാടുകൾ നിരത്തിയേക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കഷ്ടപ്പാട് കേട്ടിട്ട് നിങ്ങളുടെ ശരീരത്തെയും പോലും അവഗണിച്ച് അത്രയും നിങ്ങൾ ക്ഷീണിതരായിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സംസാരിക്കാതിരിക്കുക. കാരണം അവർ വീണ്ടും വീണ്ടും ഓരോ ന്യായങ്ങൾ നിരത്തും. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക. അതായത് ഒട്ടും പറ്റാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞു കാര്യങ്ങൾ പറയുക, കേൾക്കാനൊന്നും നിൽക്കാതെ തിരിച്ചു വരിക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അവസാനം നിങ്ങൾ വളരെ ക്ഷീണിതനായി വീണു പോകുമ്പോൾ നോക്കാൻ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞു. കാരണം ഇവിടെ നിങ്ങൾ സ്റ്റക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ സ്റ്റക്കാണ്. അപ്പോൾ ചില ബന്ധങ്ങൾ, അത് ചിലപ്പോൾ രക്തബന്ധങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഇവൻ രക്തബന്ധങ്ങളാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പറയുമല്ലോ, നമ്മൾ മൃഗങ്ങളാണെങ്കിൽ ആ ഒരു പരിധി കഴിയുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്വയം അവർ അധ്വാനിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ സ്റ്റക്കാണ് തീരുമാനങ്ങൾക്കിടയിൽ. നിങ്ങൾ വളരെ ഭയമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഈർഷ്യയും ദേഷ്യവും ഒക്കെ നിങ്ങൾക്ക് ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ഇവിടെ പറയാനുള്ള ലെറ്റ് ഗോ. നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വിട്ടുകളയാനുള്ളത് വിട്ടുകളയുക. സ്വയം സാക്രിഫൈസ് ചെയ്ത് ശൂലത്തിൽ കയറേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു ഗുണമില്ലാത്ത സുഹൃത്ത് ബന്ധങ്ങൾ
നിങ്ങളുടെ ചതി, വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടും വീണ്ടും അവരുടെ കൂടെ പോകുന്നത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള തീരുമാനം, നിങ്ങളുടെ ശരിയല്ലാത്ത തീരുമാനങ്ങളും നിങ്ങളുടെ സാക്രിഫൈസ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതും നിങ്ങളെ ഒഫൻഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ കൂടിയും നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾ ഇതുവരെ ഇതിൽ നിന്നും വളരെ സ്ട്രോങ് മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാതെ നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിലും പ്രായമായിട്ടുള്ള ആളാണെങ്കിലും ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നുള്ളത് എടുത്ത് പറയാണ്. ഇവിടെ നിങ്ങളുടെ ബാല്യത്തിലുള്ള ഇതൊരു ബാല്യകാല സുഹൃത്തിനെ വീണ്ടും കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സൗഹൃദമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എല്ലാ അർത്ഥത്തിലും. ഇപ്പോ മാനസികമായിട്ട് ഒത്തിരി പേര് നിങ്ങളെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും, അതേപോലെ സാമ്പത്തികമായിട്ട് നിങ്ങൾ പുറകിലാണ്, നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്കില്ല എങ്കിൽ അങ്ങനെ ഒരു നല്ല ജോലിയിലേക്ക് എത്താനുള്ള വഴികാട്ടിയായിട്ട് ഈ സുഹൃത്ത് മാറുന്നുണ്ടാവാം. അതേപോലെ ചില ആളുകൾ നിങ്ങളുടെ പഴയ സുഹൃത്ത് ബന്ധങ്ങൾ തിരിച്ചും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഴയകാല സൗഹൃദങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലോ കോളേജ് കാലഘട്ടത്തിലോ പഠിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പോ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ, മറ്റ് സംസ്ഥാനത്തേക്കൊക്കെ മാറി താമസിക്കുന്നവരൊക്കെ ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള അവസ്ഥ, അതായത് നിങ്ങൾ നിങ്ങളുടെ ജനിച്ചിടത്തേക്ക് തിരിച്ചു വരികയോ അവിടെ നിന്ന് താമസിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മജീഷ്യൻ എനർജിയാണ്. ലൈഫിൽ പല കാര്യങ്ങളും നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചൊക്കെ നേടാനുള്ള അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ കൂടിയും മറ്റു ചില ആളുകൾ, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ ജീവിതം ഇങ്ങനെയൊന്നല്ല, ഇങ്ങനെയല്ല മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ചുറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ല, അങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പുറകോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ചില ആളുകൾ നിങ്ങളെ കൂടി, അതായത് തീരെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടക്കാത്തവര് നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ട് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമായിരിക്കാം. നിങ്ങൾ അതിൽ വീണു പോകാതിരിക്കുക. അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം കഴിവിൽ അവിശ്വസിക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതകളുള്ളൊരു മാസമാണ്. നിങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നേടാനുള്ള ഒരു അവസരമാണ്. ഈ പറയുന്ന സാഹചര്യം ഒക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തും സാധിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സിൽ ഈ ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ പലപ്പോഴും പല ആളുകളും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അവര് ലോകത്തെ കാണുന്നത് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ്. അപ്പൊ മറ്റുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൽ തന്നെ ധരിപ്പിക്കും. അങ്ങനെ സ്വന്തം മനസ്സ് അങ്ങനെ ധരിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതം അങ്ങനെയായിട്ട് മാറുകയാണ്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയേണ്ടത് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആ രീതിയിൽ മനസ്സിനെ കൊണ്ടുവന്നാൽ ഈ ഒരു മാസം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണോ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണോ അതെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലും ലെവലിലേക്കും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തിയും ഐശ്വര്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രിൻസസ് ഓഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രിൻസസ് ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് കാര്യത്തിലാണോ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ്. അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവില്ലായ്മയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. രണ്ടിൽ ഒന്ന് ഏതാണ് ശരിയായിട്ട് നിങ്ങൾക്കുള്ളൊരു പ്രധാനപ്പെട്ട, കാരണം ഇവിടെ നിങ്ങൾ കുറച്ച് ബാലിഷമായിട്ട് ചിന്തിക്കുകയാണ്, നിങ്ങളൊരു മെച്യൂരിറ്റി ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ ബാലിഷമായിട്ട് ചിന്തിക്കാതിരിക്കുക. കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ പാഴാക്കാതിരിക്കുക. അത് ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും. അതേപോലെ തന്നെ പലപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ബാലിഷമായിട്ടെന്ന് പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, ഫ്രസ്ട്രേറ്റഡ് ആവും, തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോകും. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒന്ന് മനസ്സമാധാനവും സ്വസ്ഥതയായിട്ട് ചിന്തിക്കുക. ചൈൽഡിഷ് ആയിട്ട് അല്ലെങ്കിൽ ബാലിഷമായിട്ട് ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഈ ഒരു മാസത്തിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്കൊരു
തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പറയാനുള്ളത് പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകാനുള്ള ഏത് അവസരവും വിദ്യാഭ്യാസപരമായിട്ടുള്ളത്, ജോലിക്ക് പോകാനുള്ള, വിദേശത്തേക്ക് ജോലിക്കുള്ള അവസരങ്ങൾ വരുന്നത്, പല തീരുമാനങ്ങളും നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന എന്താണോ അതിനനുസരിച്ച് തീരുമാനമെടുക്കുക. ഇവിടെ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുക. ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കാണുന്നുണ്ട്, അപ്പോൾ ചന്ദ്രന്റെ നവഗ്രഹസ്തോത്രം ജപിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. ഇപ്പൊ അടുത്ത് ഫുൾ മൂൺ ടൈം വരുന്നുണ്ട്, അപ്പൊ അത് നോക്കിയ അത് എപ്പോഴാണ് എന്നുള്ളത് നോക്കിയിട്ട് ആ ദിവസം നിങ്ങൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. ഈ അടുത്ത് തന്നെയാണ് 20-22 ആ ഒരു ടൈം പീരീഡ് ആണ് തോന്നുന്നു. നോക്കുക. അതോ ഈ സമയം വളരെയധികം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്, അത് നോക്കുക. അല്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് വരുന്ന നെക്സ്റ്റ് മന്ത് ജൂലൈയിലത്തെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഫുൾ മൂൺ ന്യൂ മൂൺ ടൈം ജൂലൈയിൽ നോക്കുക. പൂർണ്ണചന്ദ്രനോ അമാവാസിയോ ആയിട്ടുള്ള ദിവസം നോക്കിയിട്ട് ആ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകിച്ച് മൂൺ മാനിഫെസ്റ്റേഷൻ ചാനൽ കാണുന്നവർക്ക് അറിയാമായിരിക്കും, അത് ചെയ്യാം. അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.